PT നിയമം സാധാരണക്കാരന് നേരെ ഉരക്കുമുഷ്ടി അമർത്തുന്ന പോലീസ് സ്റ്റേഷനുകളും ഉദ്യോഗസ്ഥരും നാൾക്കുനാൾ വെളിച്ചത്തേക്ക് വരികയാണ്. ജനമൈത്രി സ്റ്റേഷനുകൾ ജനദ്രോഹ സ്റ്റേഷനുകളായി മാറുമ്പോൾ ജനങ്ങൾക്ക് ആര് സംരക്ഷണം നൽകുമെന്നാണ് അറിയേണ്ടത്. കുന്നംകുളത്തെ പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിച്ച അതേ ദിവസം തന്നെയാണ് PT പോലീസ് മർദ്ദനത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുമായി ഹോട്ടൽ ഉടമ KP ഔസേഫ് രംഗത്തെത്തിയത്. പോക്സോ ചുമത്തുമെന്നും വധശ്രമത്തിന് കേസെടുക്കുമെന്നും പോലീസുകാർ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. തർക്കം ഒത്തുതീർപ്പാക്കാൻ SI 5 ലക്ഷം രൂപയാണ് കൈക്കൂലി ആവശ്യപ്പെട്ടത്. വിവരങ്ങൾ മനുഷ്യാവകാശ കമ്മീഷനെ ധരിപ്പിച്ചിട്ടും നടപടിയുണ്ടായിട്ടില്ല. ഇങ്ങനെ നീളുന്ന പരാതികളാണ് നമുക്ക് ചുറ്റും. എല്ലാം കൂടി 1, 2, 3, 4, 5 എന്ന് എണ്ണി നിങ്ങൾക്ക് CCTVയിൽ കാണാം. പണം കൊടുത്തില്ലെങ്കിൽ കേസിൽ പ്രതിയാണെന്ന് ഉറപ്പാണ്. ഞങ്ങള് പണം കൊടുത്ത് അവൻ ഇവിടുന്ന് ഈ പണം വാങ്ങിച്ച ശേഷം അവന്റെ കാറിൽ തന്നെ തിരിച്ചു ചെന്നു. അവൻ ആ പണം കാറിൽ വെച്ച് ലോക്ക് ചെയ്ത് SIയുടെ ക്യാബിനിൽ ചെന്നിട്ട് പറയാണ്, സാറേ എനിക്ക് പ്രശ്നമൊന്നുമില്ല, നല്ല മുതലാളിയാണ്, എനിക്കൊരു ജോലിയൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പരാതിയൊന്നുമില്ല, എന്നെ മർദ്ദിച്ചിട്ടൊന്നുമില്ല, എനിക്ക് പരാതിയില്ല. എന്താ പറയാ, ഒരു മാനസിക രോഗിയെ പോലെ അലറി നടക്കായിരുന്നു. എന്റെ നേരെ അലറി വന്നു. ഞാൻ പുറകിലേക്ക് SI എന്റെ നേരെ അലറി വരുന്ന ദൃശ്യങ്ങൾ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ കാണാം.